ഇത് പറയുന്ന ആരാണെന്ന് അറിയാമോ? അക്ബറാണ്. നെഗറ്റിവിറ്റിയിലോട് കൂടി ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ജിസേലിനെ പാവാട താങ്ങി നടക്കുന്ന ആര്യം കാണിച്ച ആക്ട് അതുകൂടെ ചോദിക്കുമായിരിക്കാം, നമുക്കറിയത്തില്ല. ജിസേലിനോടും ആര്യനോടും ഇതുപോലൊക്കെ ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ ആ ആര്യനൊക്കെ എപ്പോഴേ നന്നായേനെ. ആൺവിരോധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നതെല്ലാം മനസ്സിലെടുത്ത് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആണുങ്ങളുടെ എല്ലാം തോളത്തോട്ട് കയറാൻ ലക്ഷ്മിക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്ന് നമ്മളെല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോ കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും ഇന്ന് എന്തായാലും ലക്ഷ്മിക്ക് ഓണമാണ് എന്നുള്ളത്. വേറൊന്നുമല്ല, കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അനു ആയിരുന്നു എങ്കിൽ ഇപ്രാവശ്യം ലക്ഷ്മിക്കാണ്. ലക്ഷ്മി ചെയ്ത തെറ്റുകൾ, ലക്ഷ്മി അത് 2 തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ 2 തെറ്റുകളും അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ആദില നൂറയെ കുറിച്ച് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, ഇവരെ ആരും വീട്ടിൽ കയറ്റില്ല, നിങ്ങളുടെ വീട്ടിലും കയറ്റില്ല എന്ന് അക്ബറിനോട് അവിടെ നിന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യം, ഒരു വഴക്കിനിടയിൽ പറഞ്ഞ കാര്യം അത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒനീലിന്റെ വിഷയം, ഒനീല് മസ്താനിയെ എന്തിനാണ് കയറി പിടിച്ചത്? അല്ലെങ്കിൽ ഒന്ന് വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചു, നമ്മൾ കണ്ടതാണ്. വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചാണ്. ഇപ്പൊ ഈ പിടിക്കുന്ന സമയത്ത് അവരിരിക്കുന്നത് വള്ളിയാണോ തുമ്പിയാണോ ആണാണോ പെണ്ണാണോ ഒന്നും നോക്കത്തില്ല, ആരും നോക്കത്തില്ല. നമ്മളാണെങ്കിലും വീഴാൻ പൊക്കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണോ പ്രൊട്ടക്റ്റായിട്ട് കിട്ടുന്നത്, പ്രൊട്ടക്ഷനായിട്ട് കിട്ടുന്നത്, അതിൽ കയറി നമ്മൾ പിടിക്കും. അതൊരു വേറൊരു ഇന്റൻഷനിലെടുത്ത് മസ്താനി പോയിട്ട് ഈ പറഞ്ഞ ലക്ഷ്മിയോട് പറയുന്നത് എന്താണ്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, അറിഞ്ഞുകൊണ്ടാണോ ചെയ്തതെന്ന ഒരു സംശയത്തിന്റെ രീതിയിൽ. എന്ന് വെച്ചാൽ മസ്താനിയും അറിയുന്നില്ല, അവിടെ വീഴാൻ പോകുന്ന കാര്യമൊന്നും മസ്താനിയും കാണുന്നില്ല, പിടിക്കുന്നത് മാത്രമാണ് കാണുന്നത്. അപ്പൊ എന്തായാലും അവിടെ മസ്താനി പോയിട്ട് അത് ലക്ഷ്മിയോട് പറയുന്നു. ലക്ഷ്മി കേട്ട വാദി കേൾക്കാത്ത വാദി ചാടി പിടിച്ച് തുള്ളി വന്ന് നമ്മളെല്ലാരും കണ്ടതാണ്. ആ ഒനീലിനോട് പെരുമാറുന്ന രീതി, മൈക്കിട്ടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ ഒരു ആൺവിരോധം. ഇപ്പൊ എല്ലാവരും ബിഗ് ബോസ് ഹൗസിനകത്തും പറയുന്നുണ്ട്. ഈ ഒനീലും ഷാനവാസും അക്ബറും സംസാരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്. ഷാനവാസ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒനീല് തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ആൺവിരോധിയാണ് എന്ന് പറയുന്നുണ്ട്. ആൺവിരോധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നതെല്ലാം മനസ്സിലെടുത്ത് അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ആണുങ്ങളുടെ എല്ലാം തോളത്തോട്ട് കയറാൻ ലക്ഷ്മിക്ക് ആരാണ് അവകാശം കൊടുത്തത് എന്ന് നമ്മളെല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായാലും ലാലേട്ടൻ നിന്ന് അതും ചോദിക്കുന്നുണ്ട്. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത്, ജിസേലിനോടും ആര്യനോടും ഇതുപോലൊക്കെ ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ ആ ആര്യനൊക്കെ എപ്പോഴേ നന്നായേനെ. ഈ ജിസേലും ആര്യനൊക്കെ എപ്പോഴേ നന്നായേനെ. പക്ഷെ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പെരുമാറുന്നില്ല എന്നുള്ളൊരു പക്ഷാഭേദം എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ അനുമോളോടാണെങ്കിലും ബാക്കി അനീഷിനോടാണെങ്കിലും ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. എന്താ വെച്ചാൽ ലാലേട്ടന്റെ ഈ ദേഷ്യവും കാര്യങ്ങളും, അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് ആരുടെ മുഖത്ത് നോക്കിയും ചോദിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. ഒരു വ്യത്യസ്തത കാണിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ജിസേലിനെ ജയിലിൽ കയറുന്നപ്പോൾ ആര്യം കാണിച്ച ആക്ട്, എന്നുവെച്ചാൽ ജിസേലിനെ പാവാട താങ്ങി നടക്കുന്ന ആര്യം കാണിച്ച ആക്ട് അതുകൂടെ ചോദിക്കുമായിരിക്കാം, നമുക്കറിയത്തില്ല. ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷാഭേദം ഉണ്ടെന്ന് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാം. അകത്തേക്ക് കേറാമോ? അയ്യോ, പ്രശ്നമാവോ? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുണ്ടോ? അങ്ങനെ ചിലരെ കുറിച്ച് ഒരാൾ പറയുന്ന ഞാൻ കേട്ടു. ഒരു സംശയം വേണ്ട, പറഞ്ഞ ആളെ ഞാൻ പിടികൂടും, ചോദിക്കും. ഇത് മറ്റൊരു വിഷയമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദില നൂറയുടെ വിഷയമാണ്. ആ സമയത്ത് ആദിലക്ക് മനസ്സിലായോ എന്ന് എനിക്കത് അറിയത്തില്ല. ആദില പിന്നെ ഇതിനെക്കുറിച്ച് അവിടെ സംസാരിച്ച് ഞാൻ കേട്ടില്ല. ആദിലയാണേലും നൂറയാണേലും ഇത് മനസ്സിലായിട്ടില്ല അവർക്ക്. അവിടെ അന്ന് ലക്ഷ്മി എന്താണ് സംസാരിച്ചത്, ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. പക്ഷെ ഇന്ന് ലാലേട്ടൻ പറയുമ്പോഴേ അവിടെ ഉള്ളവർക്ക് തന്നെ ഇതെല്ലാം മനസ്സിലാവത്തുള്ളൂ. അവിടെ ഇരുന്ന് ആർക്കും അത് മനസ്സിലായിട്ടില്ല, അക്ബറിന് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ആദിലയ്ക്കും നൂറയ്ക്കും അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷെ ആ ഇരിപ്പുണ്ടല്ലോ, ആദിലയുടെ ഒരു ഇരിപ്പുണ്ട് ഇത് കേട്ടിട്ട്. ഇനി നമ്മളെയാണോ പറഞ്ഞത്, ഇനി വേറെ വല്ലവരെയാണോ പറഞ്ഞതെന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഒരു ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടതാണ്, ലൈവ് കണ്ടവർക്കും അറിയാം. ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ലക്ഷ്മിയാണോ തീരുമാനിക്കുന്നത് ആദിലെ നൂറെ ആരുടെ വീട്ടിൽ കയറ്റണം, ആരുടെ വീട്ടിൽ കയറ്റണ്ട എന്നൊക്കെ? എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ കയറ്റും. കയറ്റുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അവർ അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറയുന്നില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കൊന്നുമല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും അവഹേളിക്കേണ്ടപരമായ തെറ്റുകളൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ഇന്ത്യൻ നിയമം അനുസരിച്ച് തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അവർ പക്ഷെ വീട്ടുകാരെ കൺസിഡർ ചെയ്യാതെ അവരവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി എന്നുള്ള തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. സമൂഹത്തില് ഇതിലും വലിയ തെറ്റുകൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ലക്ഷ്മി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തീർന്നിട്ടില്ല. ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഒരു ആരോപണം മൂന്നാമതൊരാളോട് പറയുന്നു. അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടുകാരെ നാട്ടുകാരെ ഒക്കെ അറിയിക്കുന്നു. എന്തായത്? ജയിക്കാനായി തന്ത്രങ്ങൾ പലതും പയറ്റാം, പക്ഷെ തന്ത്രങ്ങൾക്ക് വേണ്ട ഒരു മര്യാദ. ഇനിയുണ്ട് ഏറെ പറയാൻ. അത് തന്നെ, ജയിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ എന്ത് വേണേലും പയറ്റാം. ഓക്കെ, ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസും തന്ത്രങ്ങൾ പയറ്റുന്നത് പോലെ
പലരെയും ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്ത്രങ്ങൾ പയറ്റുന്നത് പോലെ ജയിക്കാൻ വേണ്ടി അകത്തുള്ളവർക്കും ഒരുപാട് തന്ത്രങ്ങളൊക്കെ പയറ്റാം. പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്, അതിനൊരു വേലിയുണ്ട്. അതിനപ്പുറം കിടക്കുമ്പോഴാണ് ഈ വിഷയമെല്ലാം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ലക്ഷ്മി ഈ ആഴ്ച ചെയ്ത രണ്ട് കാര്യങ്ങൾ. അത് രണ്ടും സമൂഹത്തിൽ വളരെയേറെ ചർച്ചയ്ക്ക് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇതിനെക്കുറിച്ച് ശക്തമായ ഒരു ചോദ്യം ഉണ്ടാകുമെന്നാണ് ഈ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ അലക്ക് ലക്ഷ്മിക്കാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, അവിടെ നടക്കുന്ന ഈ നിയമലംഘനങ്ങളെ കുറിച്ച് ഘോര പ്രസംഗിക്കാറുണ്ട് ലാലേട്ടൻ എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും. നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നിയമലംഘനങ്ങൾ കൂടി അവിടെ ചോദ്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അടുക്കളയിലെ വിഷയങ്ങൾ മാത്രം, പാല് കുറഞ്ഞു പോയി, ചായ കിട്ടിയില്ല, ചോറ് കിട്ടിയില്ല, ഇതൊക്കെ എടുത്തൊരു നൈസായിട്ട് സംസാരിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അടുക്കളയിലെ വിഷയം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഹിന്ദി ബിഗ് ബോസിലും അടുക്കളയിലാണ് വിഷയം. അതും ഇതൊക്കെ തന്നെയാണ് വിഷയം. ഫുഡില്ല, ചോറില്ല, അല്ലെങ്കിൽ ഫുഡ് കിട്ടുന്നില്ല, അടുക്കളയെ ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. അതെല്ലാം ബിഗ് ബോസിൽ ഉള്ളതാണ്. ഓക്കെ, പക്ഷെ ഇതിന് വെളിയിലും കണ്ടന്റുകൾ ഓടുന്നുണ്ട്. ആ കണ്ടന്റുകളും എടുത്തുവിട്ട് ചോദിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ചോദിക്കുമായിരിക്കാം. നമുക്ക് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ അത് പറയാൻ പറ്റും. എന്തായാലും ഈ ഒരു വിഷയം, ലക്ഷ്മിയുടെ ഈ ഒരു വിഷയത്തെ കുറിച്ച് വീട്ടുകാര് എന്ന് വെച്ചാൽ അതിനകത്തുള്ള ബിഗ് ബോസ് ഹൗസിനകത്തുള്ളവർ പറയുന്ന കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. അവരൊക്കെ നല്ലവരാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ഈ പറയുന്നവരൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത്. ഇത് പറയുന്നത് കേട്ട് ഞാനാണെങ്കിൽ ഒരിക്കലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുമല്ല കേട്ടോ. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം കിട്ടുമ്പോൾ നമ്മൾ മാന്യരും ബാക്കിയുള്ള ആ പറഞ്ഞ ആള് മാത്രം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം മിക്കവാറും ബിഗ് ബോസ് ഹൗസിനകത്ത് പലരും കാണിക്കാറുണ്ട്. അതാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി ക്ലിയർ ചെയ്യേണ്ടിയിരുന്ന ഒരു സാധനം, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്കത് പബ്ലിക്കലി പോകാനോ ഇതൊരു കോണ്ടന്റ് ആയിട്ട് വെളിയിൽ പോകാനോ എനിക്ക് താല്പര്യം തീരില്ലാത്തൊരു കാര്യമായിരുന്നു. അത് പുള്ളിക്കാരിയുടെ ഒരു ഷോർട്ട് ടെമ്പർ മൂലം അത് പബ്ലിക്കായി. ഇപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് അത് പോയി. അതന്നെ, ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ രഹസ്യമായിട്ടാണ് നമ്മളത് കണ്ടില്ല. ഇപ്പം ലക്ഷ്മിയോട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു 24/7 അത് കാണിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ലക്ഷ്മി വന്നിട്ട് ഈ പറയുന്ന ഒനീലിനോട് വന്ന് മൈക്കിട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് ഞാനും കണ്ടത്. ഞാനും വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് പല്ല് തേച്ചുകൊണ്ടിരുന്ന ലക്ഷ്മി പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഒനീൽ നിൽക്കുന്നു, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയിട്ട് അതിന് പിന്നിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന്റെ ബാക്കിലുള്ള സീനുകളിലൊന്നും ഇതൊന്നും കാണിക്കുന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് അവിടെ പൊട്ടിത്തെറിക്കുന്ന ഒരു ലക്ഷ്മിയെ എനിക്ക് കാണാൻ തുടങ്ങിയത്. അപ്പൊ മസ്താനി ഇവിടെ പറയുന്നത്, ഞാൻ ഇത് പബ്ലിക് ആക്കാൻ വിചാരിച്ചതല്ല, ഞാൻ രഹസ്യമായിട്ടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഞാൻ രഹസ്യമായിട്ടാണ് ലക്ഷ്മിയോട് പറഞ്ഞത്, ഒരു വിഷയമാക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലക്ഷ്മിയാണ് കേൾക്കാത്ത വാദി ചാടി പിടിച്ചു വന്നിട്ട് അവിടെ വിഷയം ഉണ്ടാക്കിയെന്ന്. എന്ന് വെച്ചാൽ ആൺവിരോധിയാണല്ലോ, അപ്പൊ പിന്നെ എന്തും പറയാമല്ലോ. ആണുങ്ങളെ കുറിച്ച് ഇമ്മിണി കിട്ടിയാൽ മതില്ലോ, തൊട്ടു പിടിച്ചു നുള്ളി എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ലക്ഷ്മിക്ക് അത്രയും ബുദ്ധി ഓടിയില്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു വിരോധം, ആണുങ്ങളുള്ള വിരോധം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് എന്തായാലും അതിനുള്ളൊരു നല്ലൊരു ശിക്ഷ ഇന്ന് കിട്ടുമെന്ന് തന്നെ വിചാരിക്കാം. ഞാൻ പറഞ്ഞിട്ട് ഈ 2 അലിഗേഷൻസ് അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ലക്ഷ്മിയെ പുറത്താക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും കാണേണ്ടി വരിക. ഉദ്ദേശിക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ജനശ്രദ്ധ എടുക്കുക, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. നമ്മൾ നെഗറ്റീവ് ആയിക്കോട്ടെ, അതിലൂടെ ഒരു എന്താ പറയുക സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഒരു ചീഞ്ഞ കളിയാണ് ലക്ഷ്മി ഇപ്പൊ കഴിഞ്ഞ ദിവസം കളിച്ചത്. ഇത് പറയുന്ന ആരാണെന്ന് അറിയാമോ? അക്ബറാണ്. നെഗറ്റിവിറ്റിയിലോടുകൂടി ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ലക്ഷ്മി വിചാരിച്ചത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാവണം, എനിക്കൊന്ന് ഫേമസ് ആകണം. ഫേമസ് ആകുമല്ലോ. ഇപ്പൊ അങ്ങനെ ഇന്റൻഷ്യലി ആണ് അവിടെ ഒനിയിൽ പിടിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒനിയിനെ എല്ലാവരുടെ അടുത്ത് ഏറിട്ട് കറക്കിയേനെ, ലക്ഷ്മിക്ക് കയ്യടിയും കിട്ടിയേനെ. പക്ഷെ ഇതെല്ലാം തലതിരിഞ്ഞു പോയി. ലക്ഷ്മിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാം തലതിരിഞ്ഞു പോയെന്ന്. ഒനിയിലോട് മാപ്പി ചോദിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഒനിയിൽ സമ്മതിക്കുന്നില്ല. എന്തായാലും ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യും. പക്ഷെ ഇവിടെ അക്ബർ പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. നെഗറ്റിവിറ്റിയിൽ ഇവിടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കളി കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എല്ലാവരും കളിക്കുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ്. ഈ അക്ബർ കളിക്കുന്നത് പിന്നെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയല്ലേ? എന്തെങ്കിലും അവിടെ നന്നാക്കാൻ വേണ്ടി വല്ലതും വന്നതാണോ? എന്തെങ്കിലും നന്നാക്കാൻ വന്നതാണോ? അവിടെ അക്ബർ ആണല്ലോ ഇതിനു മുമ്പ്, അപ്പാനി പോയതിനു മുമ്പും അതിനുശേഷവും സ്ക്രീൻ സ്പേസിന് വേണ്ടി ഓടിക്കൊണ്ട് നടക്കുന്ന അക്ബർ ആണല്ലോ. എന്തൊരു വിഷയം ഉണ്ടായെങ്കിലും അതിൽ കുറെ പേരെ സേവ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ ആദില, നൂറ, അതുപോലെ അനിമോള്, അനീഷ്, ഇങ്ങനെയുള്ളവരോട് മാത്രം എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എന്ന് ഇപ്പൊ എന്തായാലും മനസ്സിലായി കാണും, വെളിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ചെറിയ വിഷയങ്ങളിലേക്ക് പോലും പോയി അറ്റാക്ക് ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അക്ബറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അക്ബറിനെ സഹായിക്കാൻ അവിടെയൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് അക്ബർ എന്തായാലും ടോപ്പ് 5 വരാൻ ചാൻസ് കൂടുതലാണ്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളും അറിഞ്ഞത് വെച്ചിട്ടാണ് പറയുന്നത്.
അപ്പൊ എന്തായാലും അക്ബർ സ്ക്രീൻ സ്പേസിന് വേണ്ടിയല്ല അവിടെ കളിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എന്തായാലും ജിസേലിന്റെ ആര്യന്റെ മൂഡ് താങ്ങി അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായിട്ടും ഈ പറയുന്ന അക്ബറിന് ശരിക്കും അറിയാം. അത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, അക്ബർ ജിസേലിനെതിരെ തിരിഞ്ഞത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ ചിന്തിച്ചു നോക്കിയപ്പോൾ അപ്പാനി പുറത്തായി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ പുറത്താകുന്നു, നമ്മൾ നെഗറ്റീവാണ്, അപ്പൊ അവിടെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ജിസേലാണ് ഇതിന്റെ ആണിക്കല്ല്, അല്ലെങ്കിൽ ആര്യനാണ് ഇതിന്റെ ആണിക്കല്ല്. അപ്പൊ പിന്നെ ജിസേലിന്റെ തലയ്ക്ക് തന്നെ അടിച്ചേക്കാന്ന് വിചാരിച്ചു തന്നെയാണ് അവിടെ അക്ബർ പറഞ്ഞത്. എന്നിട്ട് കരഞ്ഞു മെഴുകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പുറകെ നടന്ന് സോറി സോറി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഒരാളെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം അതിന് സോറി പറയേണ്ട ആവശ്യം എന്താണെന്ന്. അതുപോലെ ഇതുപോലൊരു മെഴുകൽ ഞാനൊരു ബിഗ് ബോസിലും കണ്ടിട്ടില്ല. പുറകെ നടന്നിട്ട് സോറി സോറി പറയുന്ന ഒരു മെഴുകൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് അവിടെ കളിക്കുന്നത്, അല്ലാതെ ആരും അവിടെ ബിഗ് ബോസിനെ നന്നാക്കാനോ നമ്മളെ നന്നാക്കാനോ ഒന്നും അല്ല പോയേക്കുന്നത്. അവർക്ക് അവരുടെ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്ത് കണ്ടന്റ് നേടിയും, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നെഗറ്റിവിറ്റിയിലൂടെ ആണെങ്കിലും പോസിറ്റീവിലൂടെ ആണെങ്കിലും അവിടെ ഒരു കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇപ്പം ലക്ഷ്മിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ലക്ഷ്മി നോക്കിയപ്പം ഒരു കണ്ടന്റ് കിട്ടിയാൽ ആട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പക്ഷെ തിരിച്ചടിയായി എന്നുള്ളതേ ഉള്ളൂ. ശരി ആരുടെ ഭാഗത്താണ്, തെറ്റാരുടെ ഭാഗത്താണ്, ഇനി അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല, ഇതൊന്നും അറിയാതെയാണ് ലക്ഷ്മി വന്ന് ആ സമയത്ത് അങ്ങനെ ഒരു വലിയൊരു ഈ വീട് മൊത്തം കുളിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത്. മസ്താനിയുടെ ഫ്രണ്ട് എന്ന് പറയുന്ന വിഷയം ലക്ഷ്മിയുടെ സ്വന്തം വിഷയമായിട്ട് എടുത്ത അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് എനിക്കറിയത്തില്ല. റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലക്ഷ്മിനെ കയറി പിടിച്ച അവസാനം ഇപ്പൊ തന്നെ ഒനിലിനെ എടുത്ത് പുറത്താക്കുന്ന വിചാരിച്ചു. അതൊരു ആവശ്യമില്ലാത്തൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. കാരണം വെട്ടൊന്നും മുറിഞ്ഞാണ്ടെന്നുള്ള സ്വഭാവമൊക്കെ നല്ലതാണ്, പക്ഷെ അത് സമയവും കാലം നോക്കി വെട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ നെവിൻ പറഞ്ഞ ഒരു അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഞാൻ ഈ ലൈവ് കാണുമ്പോൾ എനിക്കും ഒന്നും മനസ്സിലായില്ല. സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈവിൽ പെട്ടെന്ന് വന്നിട്ട് ഈ പറയുന്ന നെവിൻ ബാത്റൂമിൽ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മി പറയാണ് മൈക്കിട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മൈക്കൊക്കെ ഇടിയിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒനീലിനോട് മൈക്ക് ഇടിയിക്കുന്നു. ഞാൻ വിചാരിച്ചു ഒനീൽ എന്തെങ്കിലും ലക്ഷ്മിയോട് ചെയ്തോ, ലക്ഷ്മിയോട് എന്തെങ്കിലും പറഞ്ഞോ, ഇനി അതിനുവേണ്ടിയാണോ ഈ വഴക്കുണ്ടാക്കാൻ, അതിനുവേണ്ടിയാണോ ഈ മയക്കിടാൻ പറഞ്ഞതാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനു കയറി മസ്താനിയെ കയറി അങ്ങനെ വേറെ ഇന്റൻഷനിൽ കയറി പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളാരും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മളും അവിടെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ആദ്യം ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഇത് ലക്ഷ്മി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം അവിടെ വലിയ തർക്കങ്ങൾ നടക്കുന്നു, രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാഗ്വാദങ്ങൾ നടക്കുന്നു. അപ്പൊ തന്നെ ഒനീൽ പറയുന്നുണ്ട് ഞാൻ സോറി പറഞ്ഞതാണ്, ഞാൻ വീഴാൻ പോയതാണ്, അപ്പൊ കയറി പിടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവിടെ ലക്ഷ്മി ഭയങ്കരമായിട്ട് ഒനീലിനെ അവിടെ നാണം കെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒനീലിന് അത് നല്ലപോലെ ഫീൽ ചെയ്യും. ഒനീൽ അടുത്ത ദിവസം പോയിട്ട് കൺസൾട്ടൻ റൂമിൽ ഇരുന്ന് കരയുകയും ലാലേട്ടൻ വരുമ്പം ഇത് ചോദ്യം ചെയ്യുമെന്ന് ബിഗ് ബോസിന്റെ ഒരു ഉറപ്പിലോട് കൂടിയാണ് ഒനീൽ വെളിയിൽ വന്നത്. ഈ പറയുന്ന ആണുങ്ങൾക്കും ഉണ്ട് ഈ നാണവും മാനവും ഒക്കെ. ചെയ്യാത്തൊരു കുറ്റം ചെയ്തോ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു നാണക്കേട്, ആ ഒരു ഫ്രസ്ട്രേഷൻ തീർച്ചയായിട്ടും ഒനീലിന് അത് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. ഒനീൽ അതുപോലെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മി ഇനി അവിടെ നിർത്തണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ്. ലക്ഷ്മി അവിടുന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ പുറത്താക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഞാൻ പോയിട്ട് പിന്നെ ഈ ഒരു ഭാഗം എടുത്ത് ആ ഒരു വീഴാൻ പോകുന്ന ഭാഗം ഞാൻ പോയിട്ട് സ്ലോ മോഷൻ ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ വീഴാൻ പോയതാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം യൂട്യൂബേഴ്സ് എല്ലാം ആ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയുമല്ലോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ അനുമോളുടെ വിഷയമാണെങ്കിൽ രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്, അനുമോൾ കണ്ടതാണെ കണ്ടില്ല എന്നുള്ളതും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ലക്ഷ്മി അവിടെ ചെയ്തത് തെറ്റാണെന്നാണ് പറയുന്നത്. ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. രണ്ട് ഭാഗമില്ല, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്തായാലും ഇന്ന് ലാലേട്ടൻ എടുത്തിട്ട് കുടയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ കുടയുന്നത് മറ്റുള്ളവരിലും ഇത് തന്നെ കാണിക്കണം എന്ന് എനിക്ക് ലാലേട്ടനോടാണെങ്കിലും BB ടീമിനോടാണെങ്കിലും പറയാനുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലരോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നു എന്ന് ഞാൻ നേരത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി ഇത് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്മി ഓക്കെ. എല്ലാ മത്സരാർത്ഥികളെയും ഒരുപോലെ കണ്ട് ഒരുപോലെ പണിഷ് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് അവരോട് പറയുന്ന രീതിയിലേക്ക് ബിഗ് ബോസിന്റെ വീക്കെൻഡ് ഷോ ഒന്ന് മാറിയാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.